ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൽവാർ സെറ്റ്സ് ഉണ്ട്, ഒരു 2 ടൈപ്പ് സാരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. പ്യുവർ മൊഡാലിൽ ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ഒരു 2 കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് അൺസ്റ്റിച്ച്ഡ് 3 പീസ് സെറ്റാണ്. നല്ല ഭംഗിയുള്ള ടിഷ്യൂ ലഗ്ഡിപ്പട്ട വരുന്ന ദുപ്പട്ടയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് കോട്ടണിൽ ഇതാ കണ്ടോ, ഇതേപോലത്തെ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അതിലൊരു 2 കളർ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ബനാറസി ക്രഷ്ഡ് ടിഷ്യൂ സാരിയാണ് കേട്ടോ. അത് കുറേ പേര് ഇതിൻ്റെ ഒരു കലങ്കാരി പാറ്റേണിൽ വരുന്നതിൻ്റെ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ഉം കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കണ്ടുപോകും. ഫസ്റ്റ് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള 3 പീസ് അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ്. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. കണ്ടോ, നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ. നല്ല വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് ഫങ്ഷൻ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു നല്ല ഭംഗിയുള്ളൊരു പർപ്പിളിഷ് വയലറ്റും അതിൽ ഒരു ഗ്രീനും കൂടിയായിട്ടുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. 2 സൈഡിലും ഇതേപോലെ തന്നെയാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഉണ്ടാവും ടോപ്പ്. ഇനി ബോട്ടം വരുന്നത് പ്ലെയിൻ ആ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ടോപ്പിൽ വരുന്ന ആ വയലറ്റിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇതുകൊണ്ടും വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നെക്കിലും ഹാൻഡിലൊക്കെ വർക്ക് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇത് പാൻറ്റായിട്ട് തന്നെ തയ്ച്ചാലും 3 പീസ് തന്നെ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയാണ്. എപ്പോഴും നമ്മൾ പാൻറ്റ് എപ്പോഴും വേറെ വേറെ ആയിട്ടല്ലേ ഇടുക. അപ്പോൾ അതൊരു 3 പീസായിട്ട് ഫുൾ സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ ടോപ്പിൻ്റെ പോലെ തന്നെ ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡിലും ഇതേപോലെ ടിഷ്യൂ പല്ലു വന്നിട്ടുണ്ട്. കണ്ടോ, ലഗ്ഡിപ്പട്ട എന്ന് പറയില്ലേ, ആ സംഭവമാണിത്. ഇതേപോലെ ടാസിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല സുഖമാണ് ഇത്. ഭയങ്കര ഹെവി അല്ല കേട്ടോ. ടൈ ആൻഡ് ഡൈ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഇത്രയും കൂടെ ഒരു സൂട്ടായിട്ടുള്ള മൊഡാൽ മെറ്റീരിയലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഹാൻഡിൽ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല നീളവും വീതിയും ഒക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് 1 ലെയറിലായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല തലയിൽ കൂടെ തട്ടം പോലെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. എങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സെറ്റ് വരിക കേട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പ് ദുപ്പട്ട ബോട്ടം സെറ്റാണ്. റേറ്റ് വരുന്നത് 3550 ആണ് കേട്ടോ. 3550 ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. നല്ല ഭംഗിയുള്ള 3 പീസ് സെറ്റാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. ദുപ്പട്ട വരുന്നത് 2 സൈഡിലും ഇതേപോലെ ടിഷ്യൂ ബോർഡറും ഇതേപോലെ ടാസിലൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പീസ് സെറ്റാണ്. കണ്ടു. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത കളറായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോഴും ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. 3550 ആണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. ഇതേപോലെയാണ്. നമ്പർ 2 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. അല്ലെങ്കിൽ എൻക്വയറിയുടെ ടൈമിൽ അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ ഒഴുകി കിടക്കും. ഭയങ്കര കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ ടിഷ്യൂ ബോർഡറും വരുന്നുണ്ട്, ടാസിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വരുന്നത് ആ ടോപ്പിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കളറ് പറയാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇതൊരു ഡാർക്ക് ഗ്രീനും ആഷും കൂടെ മിക്സായ പോലത്തെ കളർ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല. ഇതുകൊണ്ട് ടോപ്പ് തയ്ച്ചാലും നല്ലതായിരിക്കും. ഇങ്ങനെയാണ് വരിക കേട്ടോ. ടോപ്പ് ആൻഡ് ബോട്ടം. ദുപ്പട്ട വരുന്നത് ഇതേപോലെ. കണ്ടോ, ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ദുപ്പട്ട കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ സെറ്റ്സിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കൂടെ ഈ ഷോള് 2 എണ്ണത്തിൻ്റെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക്
ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സാണ്. ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ 2 കളറേ വന്നിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. 2 സെറ്റിൻ്റെയും റേറ്റ് വരുന്നത് 3550 കേട്ടോ. അപ്പോൾ നമുക്കിനി സാരീസിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് സാരിയാണ്. നമ്പർ 3 ആണ്. നമ്മൾ മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് എൻക്വയറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പീസസ് വന്നിട്ടുണ്ട്. ഒരു 2 കളറിൻ്റെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ ഉണ്ട്. ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. ബോഡി ഫുൾ ഇതേപോലത്തെ വീവിങ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഹാൻഡ്ലൂം സാരിയാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ് ഇത് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെയാണ് ഫുൾ ബോഡി ഇതേപോലെയാണ് വരുന്നത്. പല്ലു പോർഷനിൽ ഇതേപോലെ ലൈൻ വീവിങ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സെൽഫ് ടാസിൽ തന്നെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലാസ് എലഗൻ ലുക്കുള്ള സാരിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു എക്സ്ട്രാ ബ്ലൗസ് പീസും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് അജ്രക് പ്രിൻറ്റ് വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസും സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതേപോലെ ബോർഡറിൽ ഇങ്ങനൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, ഇങ്ങനെ വരിക കേട്ടോ. നല്ലൊരു മേഴ്സറൈസ്ഡ് കോട്ടൺ സാരിയാണ് കേട്ടോ. നല്ലൊരു സിൽക്കി ഫീലാണ് നമുക്ക് തൊടുങ്ങുമ്പോൾ കിട്ടുക. ഉടുത്ത് വരുമ്പോഴും നല്ല ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സ് അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൗസും സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ സാരി വരുന്നത്. ഫുൾ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. ഒരു ലൈൻ ഇതേപോലത്തെ ഒരു ഫ്ലവർ വീവിങ്, പിന്നെ ഒരു തിൻ വീവിങ്, അങ്ങനെയാണ് വരുന്നത്. ഫുൾ സാരി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള അജ്രക് ബ്ലൗസ് പീസും കൂടെയുണ്ട്. റേറ്റ് വരുന്നത് 1700 ആണ്. 1700 കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ള ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇത് സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പ് സോഫ്റ്റാണ്. നല്ല ഭംഗിയാണ്. കണ്ടോ, ഇങ്ങനെ ഞൊറിഞ്ഞെടുത്താലും 1 ലെയറിലായിട്ട് ഇട്ടാലും ഒക്കെ സൂപ്പറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പിന്നെ ഹാൻഡ്ലൂം സാരിയാണ്. അപ്പോൾ ഇതിൽ വീവ് ചെയ്യുമ്പോൾ ആ സ്ക്രാച്ചസും അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസും നൂലിങ്ങനെ വലിഞ്ഞ് നിൽക്കണമൊക്കെ കാണാം. ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊക്കെ ഈ ഹാൻഡ്ലൂം സാരീസിൽ വരുന്നതാണ്, ഡാമേജ് അല്ല കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അടുത്ത കളറും കൂടി ഉണ്ട്, അതും കൂടെ കാണാം. അടുത്ത സാരി നമ്പർ 4 ആണ്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസും കൂടെ വരുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടു, സാരി വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ്. നല്ല ക്ലാസ് എലഗൻ ലുക്കുള്ള സാരിയാണ് കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെ ഒരു ചെക്ക് പാറ്റേൺ പോലെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സെൽഫായിട്ടുള്ള ടാസിലും വന്നിട്ടുണ്ട്. ബ്ലൗസ് ഇതിൻ്റെ റണ്ണിങ് ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ വിത്ത് ബ്ലൗസും ഇതും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, ഇതേപോലെ സെയിം ആയിട്ട് തന്നെയാണ് റണ്ണിങ് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാരീൻ്റെ കൂടെ ഈ ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ബ്ലൗസ് പീസാണ്. ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൽഫ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പല്ലുവിലുള്ള ഒരു ബ്രൗണിഷ് ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ബ്ലൗസിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഈ ബ്ലൗസ് നമുക്ക് വേറെ പ്ലെയിൻ സാരീസിൻ്റെ കൂടെയോ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നല്ല ഹാൻഡ്ലൂം മേഴ്സറൈസ്ഡ് കോട്ടൺ സാരിയാണ്. റേറ്റ് വരുന്നത് 1700 കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. 1 ലെയറിലിടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ്. വളരെ കംഫർട്ടബിളാണ്. ഒട്ടും സ്റ്റാർച്ചില്ല. നല്ല സുഖമാണ് ഇത് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 സാരീസാണ് ഈ സെക്ഷനിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. റേറ്റ് 1700 ആണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 5 ആണ്. ഇത് ക്രഷ്ഡ് ടിഷ്യൂ സാരിയാണ് കേട്ടോ. ക്രഷ്ഡ് ടിഷ്യൂ ബനാറസി സാരിയാണ്. ബനാറസ് എന്ന് വരുന്ന സാരിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, സ്മോൾ ബോർഡേഴ്സാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. അതിന് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു കലംകാരി ഡിജിറ്റൽ പ്രിൻറ്റ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് ഈ ഒരു
കലങ്കാരി പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറുമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. അപ്പോൾ ഇതിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു കേട്ടോ. ഇതേപോലെ സ്മോൾ ബോർഡേഴ്സാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. സാരി 1 ലെയറിൽ ഇട്ട് കാണിക്കാം. ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ക്രഷ്ഡ് ടിഷ്യൂ ബനാറസി സാരിയാണ്. ഇത് 1 ലെയറിൽ ഇടാനും ഞൊറിഞ്ഞിടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കണ്ടോ, ക്രഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ടിഷ്യൂവിൽ വരുന്ന ഈ സാരി. ഇതിന് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. നല്ല ഉടുത്ത് അയൺ ചെയ്ത് പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന സാരിയാണ് കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ചെറിയ ഒരു ഡിസൈനാണ് ഇതിന്മേ വന്നിട്ടുള്ളത്. വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ്. അപ്പം റേറ്റ് വരുന്നത് 2250 ആണ്, 2250 കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സാണ് വന്നിട്ടുള്ളത്. ഓരോ കളേഴ്സായിട്ട് കാണാം. ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റാലിക് മെഹന്തി ഗ്രീൻ കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കണ്ടോ. ഞൊറിഞ്ഞിടാനും 1 ലെയറിലായിട്ട് ഇടാനും ഒക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ അടുത്ത കളേഴ്സ് കാണാം. അടുത്തത് നമ്പർ 6 ആണ്. നല്ല ഭംഗിയുള്ള സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ്. ക്രഷ്ഡ് ടിഷ്യൂ ബനാറസിയിൽ ആ ഒരു കലംകാരി പാറ്റേണിൽ വരുന്ന സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കലംകാരി ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ക്രഷ്ഡ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു മെറ്റാലിക് കളർ ടോണും കൂടെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു രാമ ഗ്രീൻ അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതിൽ ഈ ഒരു കലങ്കാരി പാറ്റേൺ വരുന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നല്ല ഭംഗിയാണ്. ഇത് നമ്മളങ്ങനെ ഒരുപാട് കോമൺ ആയി കാണാത്ത ഒരു പാറ്റേൺ ആണ്. ഇതിൽ ഈ സ്മോൾ ബോർഡേഴ്സും കൂടെ വരുമ്പോൾ അതിലും മനോഹരമായിട്ടുള്ള സാരിയാണ്. ഞാനിതിപ്പോൾ 2 ലെയറിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. 1 ലെയറിൽ ഇട്ട് കാണിക്കാം. കണ്ടോ, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഉടുക്കാനും നല്ല കംഫർട്ടാണ്. ക്രഷ്ഡ് ടിഷ്യൂ ബനാറസി സാരിയാണ്. ഇങ്ങനെയുണ്ട് സാരി. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പല്ലുവാണ്. അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ പ്രിൻറ്റും അതും ഈ ഒരു ബോർഡറുമാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 2250, 2250 ഇനി വരുന്ന എല്ലാ സാരീസിൻ്റെയും റേറ്റ് അതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു ലൈറ്റ് ഗ്രീനിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഏത് ഉടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയാണ് സാരി വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ആ കലങ്കാരി പാറ്റേൺ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ലൊരു പെർഫെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ സ്മോൾ ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത്. അതും ഒരു അട്രാക്ഷനാണ്. അപ്പോൾ കുറേ പേര് സ്മോൾ ബോർഡറിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. പല്ലു വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരിക. നല്ല ഭംഗിയാണ് കാണാൻ. ബ്ലൗസ് വരുന്നത് സെയിം മറ്റ് സാരിയിലൊക്കെ കണ്ട പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റിൽ വരുന്ന ബ്ലൗസാണ് കേട്ടോ. കണ്ടോ, ഒരു സെയിം കളറിൽ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇതിനൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. വളരെ എന്താ പറയുക, ലൈറ്റായിട്ടുള്ളൊരു സാരിയാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ടാവും. ഇത് നമുക്ക് നല്ല ഓഫീസ് വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്ത കളറ് നമ്പർ 8 ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റാലിക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാണ്. സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ ഡബിൾ ലെയറിലായിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനും നല്ല സ്മോൾ ആയിട്ടുള്ളൊരു ബോർഡറുമാണ് വന്നിട്ടുള്ളത്. പല്ലു വരുന്നത് ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്, വിത്ത് ബോർഡർ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗി, ചെറിയ പ്രിൻറ്റ് വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ്. 1 ലെയറിലായിട്ട് ഇടുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് സെയിം ആണ്, 2250 കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം.
അടുത്തത് നമ്പർ 9 ആണ്. ഇതാ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം ഈ ക്രഷ്ഡ് ടിഷ്യൂ ആയതുകൊണ്ട് ആ ടിഷ്യൂവിൻ്റെ ഒരു ഇതും കൂടെ വരുന്നത് കൊണ്ട് തന്നെ കളറൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാ സാരീസും നല്ല ഭംഗിയാണ്, ഏത് കളറാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. ഒരു ബ്രൗൺ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെഹന്തി ഗ്രീനിൻ്റെ വേറൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് സാരി വരിക. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. കലങ്കാരി പ്രിൻ്റ് എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്. അത് ഈ ക്രഷ്ഡ് ടിഷ്യൂ ബനാറസിയിലും കൂടെ വരുമ്പോഴാണ് ഇത്തിരിയും കൂടെ നല്ല ഗ്രാൻഡ് ലുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് നേരത്തെ കണ്ട പോലെ ചെറിയ ചെറിയ പ്രിൻ്റ് വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. ഇതാ കണ്ടോ, നല്ല രസമായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു മെറ്റാലിക് ടോൺ വരുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കാണ് കിട്ടുക. അതിൽ ഈ കലംകാരിയും ചെറിയ ബോർഡേഴ്സും ഇല്ലെങ്കിൽ ഇത്തിരി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇത്രയും കൂടെ വീതിയുള്ള ബോർഡേഴ്സായിരുന്നു, അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ വരിക. റേറ്റ് സെയിം ആണ്. ഇനി ഒരു കളറും കൂടി ഉണ്ട്, അതും കൂടെ കാണാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതൊരു ഡാർക്ക് ആഷ് ബ്ലൂ കളറാണ് വരുന്നത്. ഇതിൻ്റെ ബോർഡർ കഴിഞ്ഞ പ്രാവശ്യം വന്നത്തെ പോലെ ഒത്തിരി ഒരു ബ്രോഡായിട്ടുള്ള ബോർഡറാണ് വരുന്നത്. ഇതാണ് നമ്പർ 10 വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിന് ഇത്തിരി ബ്രോഡായിട്ടുള്ള ബോർഡേഴ്സാണ് വരുന്നത്. ഏതാണെങ്കിലും ഭംഗിയാണ്, ചെറിയ ബോർഡർ ആണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഒരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇത്തിരി കൂടെ ബ്രോഡായിട്ടുള്ള ബോർഡേഴ്സാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. 2300 ആണ് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ഭംഗിയാണ്. നമ്പർ 10 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുമാണ്. ഇതേപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം ഇതിൽ കുഞ്ഞ് ഒരു ഡോട്ട് പാറ്റേൺ ആണ്, ചെറിയ പ്രിൻറ്റിൻ്റെ പാറ്റേൺ ആണ്. പല്ലു ഇതേപോലെയാണ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഈ ക്രഷ്ഡ് ടിഷ്യൂവിൽ ഈ ഇത്തിരി കൂടെ ബ്രോഡായിട്ടുള്ള ബോർഡർ വരുന്നതിന് മാത്രം 2300 ആണ്. ബാക്കിയുള്ളതിൻ്റെ നമ്മൾ മുന്നേ പറഞ്ഞ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഇന്ന് കാണിച്ചതിൽ ലാസ്റ്റ് സാരി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.